Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ CET 309 കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റിലെ സെക്കൻഡ് മോഡ്യൂളിലെ 6th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വർക്കബിലിറ്റി അതിൻ്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് നോക്കിയായിരുന്നു. ഈ ഒരു വീഡിയോയിൽ വർക്കബിലിറ്റി ടെസ്റ്റ് ആയിട്ടുള്ള സ്ലംപ് ടെസ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിലബസിൽ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രഷ് കോൺക്രീറ്റിൽ വർക്കബിലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ നോക്കി, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കബിലിറ്റി നോക്കി, സെഗ്രിഗേഷൻ ആൻഡ് ബ്ലീഡിങ് നോക്കി. അടുത്തത് ടെസ്റ്റ് ഓൺ വർക്കബിലിറ്റിയാണ്. അതിൽ സ്ലം ടെസ്റ്റ് മാത്രമാണ് നമുക്ക് സിലബസിൽ പറഞ്ഞു പോകുന്നത്. ഞാൻ ഈ ഒരു വീഡിയോയിൽ അഡീഷണലായിട്ട് ഒരു എക്സ്പീരിമെൻറ്റ് കൂടി പറയുന്നുണ്ട്. ആക്ച്വലി വർക്കബിലിറ്റിക്ക് നമ്മൾ സ്ലം ടെസ്റ്റും കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് കൂടി പഠിക്കുന്നുണ്ട്. അപ്പോൾ സിലബസ് പ്രകാരം സ്ലം ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ S5 തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ ടെസ്റ്റിംഗ് 2 ലാബ് പഠിക്കാനായിട്ടുണ്ട്. അതിൽ നമുക്ക് സ്ലം ടെസ്റ്റും കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റും രണ്ടും വരുന്നുണ്ട്. അപ്പോൾ അത് കൂടി കൺസിഡർ ചെയ്തിട്ട് കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് കൂടി ഇതിൻ്റെ അത് ബ്രീഫായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വർക്കബിലിറ്റി ടെസ്റ്റ് അതിൻ്റെ അത് ഫസ്റ്റ് വൺ സ്ലം ടെസ്റ്റ്. ദിസ് ടെസ്റ്റ് ഈസ് ക്യാരിഡ് ഔട്ട് വിത്ത് എ മോൾഡ് കോൾഡ് സ്ലം കോൺ whose top diameter is 100 mm, bottom diameter is 200 mm, height is 300 mm. അതായത് ഇതുപോലെ ഒരു സ്ലം കോൺ അപ്പാരറ്റസ് ആണ്. ഇതാണ് സ്ലം കോൺ എന്ന് പറയുന്നത്. ഫ്രസ്റ്റം ഓഫ് എ കോൺ എന്നും പറയും. അതായത് ആക്ച്വലി ഈ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. ഇതിൻ്റെ ബോട്ടം ഡയമീറ്റർ 200 mm, ടോപ്പ് ഡയമീറ്റർ 100 mm, ഹൈറ്റ് വരുന്നത് 300 mm. ഓക്കെ, ഇനി ഇതിൻ്റെ സൈഡിൽ ഒരു ഹാൻഡിലും ഉണ്ടാവും. രണ്ട് സൈഡിലായിട്ട് ഹാൻഡിലുണ്ടാവും. ഇതാണ് സ്ലം കോൺ വരുന്നത്. പ്ലേസ് ദ സ്ലം മോൾഡ് ഓൺ എ സ്മൂത്ത് ഫ്ലാറ്റ് ആൻഡ് നോൺ അബ്സോർബൻറ്റ് സർഫസ്. ഓക്കെ, അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആദ്യം ഞാൻ പറയാം. ഫസ്റ്റ് വൺ, നമുക്ക് ഈ ഒരു സ്ലം കോൺ ആവശ്യമുണ്ട്. ഇനി ഇത് പ്ലേസ് ചെയ്യാനായിട്ട് താഴെ ഒരു സ്മൂത്ത് മെറ്റാലിക് പ്ലേറ്റ് ആവശ്യമുണ്ട്. ഇനി ഇതിലിടുന്ന കോൺക്രീറ്റിനെ ടാമ്പ് ചെയ്യാനായിട്ട് ഒരു ടാമ്പിംഗ് റോഡ് വേണം. ഈ ടാമ്പിംഗ് റോഡിൻ്റെ സൈസ് 16 mm ആണ്. അതിൻ്റെ ഡയമീറ്റർ 60 cm ആണ് ഇതിൻ്റെ ഹൈറ്റ്. പിന്നെ നമുക്ക് വെയിറ്റ് എടുക്കാൻ വെയിങ് മെഷീനും വെയിറ്റ് എടുക്കണമെന്നില്ല. ഇത്രയും, പിന്നെ ട്രവലും മാത്രം മതി നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ സ്ലം കോൺ എടുക്കുക. സ്ലം കോണിൻ്റെ അകത്ത് ഓയിലൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കുക. അതിന് ശേഷം പ്ലേസ് ദ സ്ലം മോൾഡ് ഓൺ എ ഫ്ലാറ്റ് ആൻഡ് നോൺ അബ്സോർബൻ പ്ലേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ നോൺ പോറസ് ആയിട്ടുള്ള ഒരു മെറ്റാലിക് പ്ലേറ്റിൽ നമ്മുടെ ഈ സ്ലം കോൺ ഫിക്സ് ചെയ്ത് വെർട്ടിക്കലി വെക്കുക. മിക്സ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഓഫ് സിമെൻറ്റ് thoroughly till the uniform color is obtained and add a required amount of water. അപ്പോൾ നമുക്കറിയാം വർക്കബിലിറ്റി ടെസ്റ്റാണ്. വർക്കബിലിറ്റി ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി, അതായത് ഫ്രഷ് കോൺക്രീറ്റ് ആണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഫ്രഷ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ സിമെൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റും വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കോൺക്രീറ്റിനെ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ടെസ്റ്റ് ചെയ്യുവാണ്. സെറ്റാകാൻ തുടങ്ങുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ്, കോൺക്രീറ്റിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് സിമെൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ് ആദ്യം തറവായിട്ട് മിക്സ് ചെയ്യുക ടിൽ യൂണിഫോം കളർ ഈസ് ഒബ്റ്റെയിൻ. ഇനി നമ്മൾ മിക്സ് ഡിസൈനിൽ ചെയ്ത് വെച്ചേക്കുന്ന റിക്വയർഡ് എമൗണ്ട് ഓഫ് വാട്ടർ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യുക. മിക്സിംഗ് എല്ലാം പക്ക ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. പ്ലേസ് ദ മിക്സ്ഡ് കോൺക്രീറ്റ് ഇൻ ദ മോൾഡ് ടു അബൌട്ട് 1/4 ഓഫ് ഇറ്റ് ഹൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ലം കോൺ മോൾഡ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ട്രേഡകത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കോൺക്രീറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ഈ മോൾഡിൽ നമ്മൾ താഴെ ഒരു ബേസ് പ്ലേറ്റും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ കോൺക്രീറ്റിനെ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1/4 ഓഫ് ദ ലെയറാണ് ആദ്യം ഫില്ല് ചെയ്യുന്നത്. 1/4 ഓഫ് ദ ലെയറിൽ കോൺക്രീറ്റ് ഇടുക. കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം കോമ്പാക്ട് ദ കോൺക്രീറ്റ് 25 ടൈംസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടാമ്പിംഗ് റോഡ് യൂണിഫോംലി ഓൾ ഓവർ ദ സർഫസ്. അപ്പോൾ നമ്മൾ ഈ കോണിൻ്റെ അകത്തേക്ക് ഇട്ടേക്കുന്ന 1/4 ഇട്ട കോൺക്രീറ്റിനെ 25 പ്രാവശ്യം ടാമ്പ് ചെയ്യുക. എല്ലാ സൈഡിലേക്കും യൂണിഫോമായിട്ട് ടാമ്പിങ് കിട്ടണം. പ്ലേസ് ദ കോൺക്രീറ്റ് ഇൻ ദ മോൾഡ് അബൌട്ട് ഹാഫ് ഓഫ് ഇറ്റ്സ് ഹൈറ്റ് ആൻഡ് കോമ്പാക്ട് അഗെയിൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെയർ കോമ്പാക്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയറായി വീണ്ടും 1/4 ആഡ് ചെയ്യുക. അപ്പോൾ വീണ്ടും 1/4 ആഡ് ചെയ്യുമ്പോൾ ഏകദേശം എത്രയായി? ഈ മോൾഡിൻ്റെ ഹാഫ് ഫുള്ളാവും. അപ്പോൾ വീണ്ടും 1/4 ഫില്ല് ചെയ്തു. വീണ്ടും 25 പ്രാവശ്യം യൂണിഫോമായിട്ട് ടാമ്പ് ചെയ്യുക. പ്ലേസ് ദ കോൺക്രീറ്റ് and compact again. Place the concrete up to its 3/4 height and then up to top. അപ്പോൾ ഇതേപോലെ വീണ്ടും 1/4 ആഡ് ചെയ്ത് അതിൻ്റെ മുക്കാല ഭാഗവും അതിനുശേഷം വീണ്ടും 1/4 ആഡ് ചെയ്ത് ടോപ്പ് ലെവൽ വരെ ആകണം. ഓരോ ലെയർ ആഡ് ചെയ്യുമ്പോഴും കോമ്പാക്ട് ഈച്ച് ലെയർ 25 ടൈംസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടാമ്പിംഗ് റോഡ് യൂണിഫോംലി. അപ്പോൾ ഓരോ ലെയർ ആഡ് ചെയ്യുമ്പോഴും 25 പ്രാവശ്യം ടാമ്പ് ചെയ്യാൻ വേണം. ടാമ്പിങ് യൂണിഫോം ആയിരിക്കാൻ വേണം. ഫോർ ദ സെക്കൻഡ് സബ്സിക്വൻറ്റ് ലെയർ ടാമ്പിംഗ് റോഡ് ഷുഡ്
പെനട്രേറ്റ് ഇൻ ടു അണ്ടർലൈങ് ലെയർ. അപ്പോൾ ഓരോ ലെയർ ഇടുമ്പോഴും, അതായത് ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഇട്ടു, സെക്കൻഡ് ലെയർ ഇട്ടു, മൂന്നാമത്തെ ലെയർ ഇട്ടിട്ട് ടാമ്പ് ചെയ്യുമ്പോൾ ടാമ്പിംഗ് റോഡ് തൊട്ട് താഴെയുള്ള ലെയറിലേക്ക് ഇറങ്ങി ചെല്ലണം. അങ്ങനെ വേണം ടാമ്പ് ചെയ്യാനായിട്ട്, അല്ലാണ്ട് സർഫസിൽ ചുമ്മാ കുത്തിക്കൊണ്ടിരിക്കരുത്. ഇനി അടുത്തത് ടാമ്പിംഗ് എല്ലാം കഴിയുമ്പോൾ നമ്മൾ കോൺക്രീറ്റ് ഇതിനകത്ത് ഫില്ല് ചെയ്തെന്ന് അറിഞ്ഞിട്ടുണ്ടാവും. ഇനി എക്സസ് ആയിട്ടുള്ള കോൺക്രീറ്റിനെ ട്രവൽ വെച്ച് തട്ടിക്കളയാം, സർഫസിന് മുകളിലേക്ക് ഇരിക്കുന്ന. അപ്പോൾ സ്ട്രൈക്ക് ഓഫ് ദ ടോപ്പ് സർഫസ് ഓഫ് ദ മോൾഡ് വിത്ത് എ ട്രവൽ ഓർ ടാമ്പിംഗ് റോഡ് ആൻഡ് ദ മോൾഡ് ഈസ് ഫിൽഡ് അപ് ടു ഇറ്റ്സ് ടോപ്പ്. അപ്പോൾ കറക്റ്റ് മോൾഡിൻ്റെ മുകളിൽ കോൺക്രീറ്റ് നിൽക്കുന്ന രീതിയിൽ മതി എക്സസ് ഉള്ളത് ട്രവൽ വെച്ചോ റാമ്പിംഗ് റോഡ് വെച്ചോ തട്ടിക്കളയാം. റിമൂവ് ദ മോൾഡ് ഇമ്മീഡിയറ്റ്ലി എൻഷുറിങ് ഇറ്റ്സ് മൂവ്മെൻറ്റ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ മോൾഡുണ്ട്, മോൾഡിൻ്റെ അകത്ത് നമ്മൾ താഴെ ഒരു ബേസ് പ്ലേറ്റ് ഉണ്ട്, ഇതിൻ്റെ അകത്ത് കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞു ഈ മോൾഡിൻ്റെ സൈഡിൽ 2 ഹാൻഡിലുണ്ട്. ഈ ഹാൻഡിലിനെ വെർട്ടിക്കലി ലിഫ്റ്റ് ചെയ്തിട്ട് ഈ മോൾഡിനെ എടുത്ത് മാറ്റുക. വെർട്ടിക്കലി ലിഫ്റ്റ് ചെയ്ത് മോൾഡിനെ എടുത്ത് മാറ്റുക. അപ്പോൾ മോൾഡിനെ എടുത്ത് മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ അകത്തുള്ള കോൺക്രീറ്റിൻ്റെ വെറ്റ്നസ് വർക്കബിലിറ്റി അനുസരിച്ചിട്ട് ചിലപ്പോൾ ഈ കോൺക്രീറ്റ് പതുക്കെ ഒന്ന് സെറ്റിലാവും, ചിലപ്പോൾ ഈ കോൺക്രീറ്റ് അങ്ങനെ തന്നെ നിൽക്കും, ചിലപ്പോൾ ഈ കോൺക്രീറ്റ് പകുതി പൊളിഞ്ഞ് താഴത്തേക്ക് വീഴും. ഓക്കെ, വെൻ ദ സെറ്റിൽമെൻറ്റ് ഓഫ് കോൺക്രീറ്റ് സ്റ്റോപ്പ്, measure the subsidence of the concrete in millimeters which is required slump of the concrete. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഇതായിരുന്നു നമ്മുടെ സ്ലംബ്. ഇനി നമ്മളത് പൊക്കി ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തുണ്ടായ കോൺക്രീറ്റ് ചിലപ്പോൾ പതുക്കെ ഇങ്ങനെ ഒന്ന് സെറ്റിലായിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഇപ്പോഴത്തെ ഹൈറ്റ്, ഇത് തമ്മിലുള്ള ഈ ഡിഫറൻസിനെയാണ് സ്ലംബ് വാല്യൂ ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഇതിനെ mm മെഷർ ചെയ്യുക. ഓക്കെ, The slump test is suitable for the concrete of high and medium workability. അപ്പോൾ നല്ല ഹൈ വർക്കബിലിറ്റി ഉള്ളതും മീഡിയം വർക്കബിലിറ്റി ഉള്ള കോൺക്രീറ്റിലാണ് നമുക്ക് ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് നമ്മുടെ ബേസ് പ്ലേറ്റ്, ഇതാണ് നമ്മുടെ മോൾഡ്. ഇനി നമ്മൾ മോൾഡ് പൊക്കി കഴിയുമ്പോൾ ആ കോൺക്രീറ്റ് പതുക്കെ ഒന്ന് സെറ്റിൽ ആയേക്കുന്നതാണ് ഈ കാണുന്നത്. ഇനി എന്ത് ചെയ്യുക, ഇനീഷ്യൽ ഹൈറ്റിൽ നിന്ന് ഇപ്പോൾ ഉള്ള ഹൈറ്റിൻ്റെ ഡിഫറൻസ് എടുക്കുക, അത് മില്ലിമീറ്റർ കിട്ടും, അതിനെയാണ് സ്ലംപ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി സ്ലംപ് ടെസ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയെന്ന് നോക്കാം. സ്ലംപ് ടെസ്റ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഈസി ദാൻ അതർ വർക്കബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ വളരെ സിമ്പിളും ഈസി മെത്തേഡിൽ നമുക്ക് സ്ലംപ് ടെസ്റ്റ് ക്യാരി ഓവർ ചെയ്യാം. ഇറ്റ് ഈസ് റിക്വയർഡ് ഇൻഎക്സ്പെൻസീവ് ആൻഡ് പോർട്ടബിൾ അപ്പാരറ്റസ്. അപ്പോൾ ആകെ നമുക്ക് ഒരു പ്ലേറ്റും ഒരു സ്ലംപ് കോണും ഒരു ടാമ്പിംഗ് റോഡും മാത്രം മതി. അപ്പോൾ വളരെ ഇൻഎക്സ്പെൻസീവും പോർട്ടബിളും ആയിട്ടുള്ള അപ്പാരറ്റസ് ആണ് സ്ലംപ് ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ളത്. ഇറ്റ് ക്യാൻ ബി പെർഫോംഡ് അറ്റ് കൺസ്ട്രക്ഷൻ സൈറ്റ് അറ്റ് വെൽ എസ് ലബോറട്ടറി. അപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റിലും ലബോറട്ടറിയിലും നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ദ ടെസ്റ്റിംഗ് ടൈം ഈസ് ടു ഷോർട്ട് വിച്ച് ഗീവ്സ് റിസൾട്ട് ക്വിക്ക്ലി. ഒരു സെറ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം ഒരു 15 മിനിറ്റ്സിനകത്ത് നമുക്ക് ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റീഡിങ് ഡയറക്റ്റ്ലി കിട്ടുകയും ചെയ്യും, അത് വെച്ചിട്ട് നമുക്ക് റിസൾട്ടിലേക്ക് എത്തുകയും ചെയ്യാം. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ടു ചെക്ക് ബാച്ച് ടു ബാച്ച് ഓർ ഹവർ ടു ഹവർ വേരിയേഷൻ ഇൻ ദ മെറ്റീരിയൽ ഇൻ വിച്ച് വിൽ ബി ഫെഡ് ഇൻ ടു ദ മിക്സർ. Increase in slump means moisture content of the aggregate have been increased unexpectedly or deficiency of fine aggregate have been changed. Too high or low slump is an indication of undesirable workability of concrete. ഓക്കെ, ഇനി ഈ ഒരു ടെസ്റ്റിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ ടെസ്റ്റ് നമുക്ക് റാൻഡമായിട്ട് ബാച്ച് ടു ബാച്ച് അല്ലെങ്കിൽ ഹവർ ടു ഹവർ വേരിയേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മളൊരു മിക്സറിൽ ഫസ്റ്റ് സെറ്റ് ഒരു കോൺക്രീറ്റ്, അപ്പോൾ ഒരു മിക്സറിൽ നമുക്കറിയാം അതിന് ഒരു പർട്ടിക്കുലർ കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 50 കിലോഗ്രാമാണ് ഒരു മിക്സറിൽ ഇടാവുന്നതിൻ്റെ വെയിറ്റ്. അപ്പോൾ 50 കിലോഗ്രാം കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ലംപ് വാല്യൂ ആദ്യം കാണുക, എന്നിട്ട് അത് യൂസ് ചെയ്യുക. ചിലപ്പോൾ അടുത്ത ബാച്ച് ഓഫ് മെറ്റീരിയൽ നമ്മൾ വീണ്ടും ആഡ് ചെയ്യും, എന്നിട്ട് വീണ്ടും കോൺക്രീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന കോൺക്രീറ്റിന് നമുക്ക് വീണ്ടും ഒരു സ്ലംപ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ബാച്ച് ടു ബാച്ചും ഹവർ ടു ഹവറും നമുക്ക് ഈ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഹവർ ടു ഹവർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കോൺക്രീറ്റിംഗ് മിക്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കാലത്തായിരിക്കും, അത് കറക്റ്റ് ഫോം വർക്കിലേക്ക് പ്ലേസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഉച്ചയൊക്കെ എടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ കോൺക്രീറ്റിങ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഓരോ സമയം കഴിയുന്നതനുസരിച്ച് അതിൻ്റെ വർക്കബിലിറ്റിയിൽ ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ചേഞ്ച് നമുക്ക് ഈ സ്ലംപ് ടെസ്റ്റ് വെച്ച് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതിനകത്ത് കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ട്. ദിസ് ടെസ്റ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ വെൻ ദ സൈസ് ഓഫ് ദ അഗ്രിഗേറ്റ് ഈസ് മോർ ദാൻ 40 mm. അപ്പോൾ നമ്മൾ കോൺക്രീറ്റിങ്ങിന് ഉപയോഗിക്കുന്ന സൈസ് ഓഫ് അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ് 40 mm മുകളിലാണെങ്കിൽ ഈ ഒരു ടെസ്റ്റ് സ്യൂട്ടബിൾ അല്ല. ഫോർ വെരി സ്റ്റിഫ് മിക്സസ് ഓർ ഡ്രൈ മിക്സസ് ഹാവിങ് 0 slump, the test didn't show any difference in the concrete with workability. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കൂടുതൽ വെള്ളം ഒഴിച്ച അല്ലെങ്കിൽ വെള്ളമുള്ള മിക്സ് ആണെങ്കിൽ നമ്മൾ ഈ സ്ലംപ് പൊക്കി കഴിയുമ്പോൾ അത് ഏകദേശം ഇങ്ങനെ ഫ്ലോ ചെയ്ത് താഴെ കിടക്കും. തീരെ വെള്ളം കുറഞ്ഞ മിക്സ് ആണെങ്കിൽ നമ്മൾ കോമ്പാക്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഈ
മോൾഡ് പൊക്കിയാൽ അങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ അതിനർത്ഥം അതിനകത്ത് വെള്ളമില്ലെന്നല്ല, പക്ഷേ വെള്ളം കുറവായതുകൊണ്ട്, ഡ്രൈ ആയതുകൊണ്ട് അത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഒരുപാട് സ്റ്റിഫായിട്ടുള്ള കോൺക്രീറ്റ് മിക്സ് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള കോൺക്രീറ്റ് മിക്സ് ആണെങ്കിൽ 0 സ്ലംബ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതായത് പൊക്കി കഴിയുമ്പോഴും ഡിഫറൻസ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ കിട്ടുന്ന റിസൾട്ട് തെറ്റായിരിക്കും. കാരണം അതിന് ഒരു വർക്കബിലിറ്റി ഉണ്ട്, പക്ഷേ അത് ഡ്രൈ ആയതുകൊണ്ട് നമുക്ക് സ്ലംപ് ടെസ്റ്റിൽ കിട്ടുന്നത് 0 ആയിരിക്കും. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഓൺലി ഫോർ കോൺക്രീറ്റ് ഫോർ മീഡിയം ആൻഡ് ഹൈ വർക്കബിലിറ്റി. അതായത് മീഡിയം ടു ഹൈ വർക്കബിൾ ആയിട്ടുള്ള കോൺക്രീറ്റിന് സ്ലംപ് ടെസ്റ്റ് കറക്റ്റ് റിസൾട്ട് കിട്ടുകയും ചെയ്യും. അതിന് മാത്രമാണ് ഈ റിസൾട്ട് സ്യൂട്ടബിൾ. അതിൻ്റെ റേഞ്ച് തന്നിട്ടുണ്ട് 25 to 125 mm റേഞ്ചിലാണ് റിസൾട്ട് കിട്ടുന്നതെങ്കിൽ സ്ലംപ് ടെസ്റ്റ് കൺവീനിയൻ്റ് ആണ്. ഇറ്റ് ഈസ് അൺറിലയബിൾ ഫോർ ലീൻ മിക്സ്. In lean mix, a true slump may convert into shear or collapse easily. ഇനി ലീൻ മിക്സ്, സിമെൻറ്റ് കണ്ടൻറ്റ് കുറവായിട്ടുള്ള മിക്സിന് ഈ സ്ലംപ് ടെസ്റ്റ് അധികം പ്രിഫറബിൾ അല്ല. കാരണം അതിൽ ട്രൂ സ്ലംപിനെ ചിലപ്പോൾ ഷിയറോ കൊളാപ്സോ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. എന്താണ് ഈ ട്രൂ സ്ലംപ്, ഷിയർ, കൊളാപ്സ് എന്ന് വെച്ചാൽ, ഒരു സ്ലംപ് കോൺ പൊക്കുമ്പോൾ ചിലപ്പോൾ കിട്ടുന്നത് ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു മോഡലായിരിക്കും. അതായത് ചിലപ്പോൾ സ്ലംപ് കോൺ പൊക്കുമ്പോൾ അത് പതുക്കെ ഒന്ന് സെറ്റിലായിട്ട് ഈ ഷേപ്പിൽ നിൽക്കും. ചിലപ്പോൾ ഒന്നും കിട്ടില്ല, ഡ്രൈ ആണെങ്കിൽ 0 സ്ലംപ് ആയിരിക്കും. അതാണെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കും. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുള്ള മിക്സ് ആണെങ്കിൽ അത് കൊളാപ്സ് ചെയ്ത് ഇങ്ങനെ താഴത്തേക്ക് ഒഴുകിപ്പോകും. ഷിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഉണ്ടായ ഷേപ്പ് ഇതാണെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് മാത്രം പൊട്ടി താഴത്തേക്ക് വീഴും. അപ്പോൾ ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഇഫ് ദ കോൺക്രീറ്റ് സബ്സൈഡ്സ് ഇവൻച്വലി ഓൾ റൗണ്ട്, ദ സ്ലംപ് മെഷേർഡ് ഈസ് ട്രൂ സ്ലംപ്. അപ്പോൾ ഒരേപോലെ താഴത്തേക്ക് സബ്സൈഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ കിട്ടുന്നത് ട്രൂ സ്ലംപ് ആയിരിക്കും. ഇഫ് 1/2 ഓഫ് ദ കോൺ സ്ലൈഡ്സ് ഡൗൺ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ, എ ഷിയർ സ്ലംപ് ഈസ് ഒക്കേർഡ്. അപ്പോൾ ഒരു ഹാഫ് മാത്രം താഴത്തേക്ക് സ്ലൈഡ് ചെയ്ത് പോയാൽ ഷിയർ സ്ലംപ് ആയിരിക്കും കിട്ടുന്നത്. ദ ടെസ്റ്റ് ഹാസ് ടു ബി റിപ്പീറ്റഡ്. അപ്പോൾ ഷിയർ സ്ലംപാണ് കിട്ടിയെങ്കിൽ ആ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ടു വെറ്റ് മിക്സ് ഷോസ് കൊളാപ്സബിൾ നേച്ചർ ഓഫ് സ്ലംപ്. ഇനി ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് കൂടിയ മിക്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ രീതിയിൽ തീരെ സ്ലംപ് നിൽക്കാതെ താഴത്തേക്ക് ഒഴുകി കൊളാപ്സ് ചെയ്ത് പോകുന്നതായിരിക്കും കിട്ടുന്നത്. ഇതൊക്കെയാണ് സ്ലംപ് ടെസ്റ്റിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അതിൻ്റെ പ്രൊസീജിയർ. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു ടാബുലാർ കോളം ഉണ്ട്. ഈ ടാബുലാർ കോളത്തിൽ നമുക്ക് വർക്കബിലിറ്റി, കോൺക്രീറ്റിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 25 mm-നും 75 mm-നും ഇടയിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ലോ വർക്കബിൾ ആണെന്നാണ്. 25-ൽ താഴെയാണെങ്കിൽ വെരി ലോ വർക്കബിൾ കോൺക്രീറ്റ് ആണ്. 50-ക്കും 100-നും ഇടയ്ക്കാണ് വാല്യൂ എങ്കിൽ മീഡിയം വർക്കബിൾ കോൺക്രീറ്റ് ആണ്. 100-നും 150-ക്കും ഇടയ്ക്കാണ് വാല്യൂ എങ്കിൽ ഹൈ വർക്കബിൾ കോൺക്രീറ്റ് ആണ്. ഗ്രേറ്റർ ദാൻ 150 ആണെങ്കിൽ വെരി ഹൈ വർക്കബിൾ കോൺക്രീറ്റ് ആണ്. അപ്പോൾ കിട്ടുന്ന ഫ്രഷ് കോൺക്രീറ്റിനെ സ്ലംപ് വാല്യൂ അനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതേപോലെ അത് ഏതൊക്കെ വർക്കിനാണ് കൂടുതൽ പ്രിഫറൻസ് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ 25-നും 50-ക്കും ഇടയ്ക്കാണ് സ്ലംപ് വാല്യൂ എങ്കിൽ അത് പേയ്മെൻറ്റ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യാം. 30-ക്കും 125-ക്കും ഇടയിൽ വർക്കബിലിറ്റി ഉള്ള കോൺക്രീറ്റ് ആണെങ്കിൽ സ്ലാബ് ബീമിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യാം. 75-നും 125-നും ഇടയ്ക്കാണ് സ്ലംപ് വാല്യൂ എങ്കിൽ കോളം കാസ്റ്റിങ്ങിന് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് റഫായിട്ടൊന്ന് നോക്കി വെക്കുക, നിങ്ങൾക്ക് അഡീഷണൽ ഡാറ്റ ആയിട്ട് എഴുതാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്കബിലിറ്റിയുടെ രണ്ടാമത്തെ ടെസ്റ്റാണ് കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്. ഇറ്റ് ഈസ് പർട്ടിക്കുലർലി യൂസ്ഡ് ഫോർ കോൺക്രീറ്റ് മിക്സസ് ഓഫ് വെരി ലോ വർക്കബിലിറ്റി. അപ്പോൾ തീരെ വർക്കബിലിറ്റി കുറഞ്ഞ ഒരു കോൺക്രീറ്റ് ആണെങ്കിൽ സ്ലംപ് ടെസ്റ്റിൽ നമുക്ക് ഉത്തരം കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ കോമ്പാക്ഷൻ ഫാക്ടർ നമുക്കവിടെ യൂസ്ഫുൾ ആയിരിക്കും. This test works on a principle of determining the degree of compaction achieved by standard amount of work done by allowing concrete to fall from a standard height. It is the workability test for the concrete conducted in laboratory. Usually ഈ കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ലബോറട്ടറിയിലാണ് ചെയ്യുന്നത്. ചില വലിയ സൈറ്റുകളിൽ മാത്രം കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് നമ്മൾ സൈറ്റിലും ചെയ്യാറുണ്ട്. ഇനി ഇതിന് വേണ്ട അപ്പാരറ്റസ് എന്ന് വെച്ചാൽ കോമ്പാക്ഷൻ ഫാക്ടർ അപ്പാരറ്റസ് ആണ്. അതിനോടൊപ്പം ട്രവൽ വേണം, ഹാൻഡ് സ്കൂപ്പ് വേണം, ഒരു സ്റ്റീൽ റോഡ് വേണം ടാമ്പ് ചെയ്യാനായിട്ട്, പിന്നെ സ്യൂട്ടബിൾ മെറ്റീരിയൽസ്. ഇനി ഈ ടെസ്റ്റ് ചെയ്യാൻ ബ്രീഫായിട്ട് ഈ ഫിഗർ വെച്ചിട്ടൊന്ന് പറയാം. ഇതാണ് കോമ്പാക്ഷൻ ഫാക്ടർ അപ്പാരറ്റസ്. അപ്പോൾ നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്തേക്കുന്ന കോൺക്രീറ്റ് എന്ത് ചെയ്യുക, ഈ മോളിലത്തെ ഹൂപ്പറിലേക്ക് ഇടുക. ഇതൊരു ഹൂപ്പറാണ്, ഇതൊരു സിലിണ്ടറാണ്. ഇവിടെ ഇത് ഓപ്പണാണ്, ഇവിടെ ഒരു ഡോറുണ്ട്, അത് നമുക്ക് ടെമ്പററി ക്ലോസ് ചെയ്തും വെക്കാം, ഓപ്പൺ ചെയ്തും വെക്കാം. അതുപോലെ ഇതും ഓപ്പണാണ്, ഇവിടെ ഒരു ഡോറുണ്ട്. ഇത് സിലിണ്ടറാണ്, സിലിണ്ടർ ടോപ്പ് ഓപ്പണും ബോട്ടും ക്ലോസ്ഡും ആണ്. ഇനി നമ്മൾ ഇത് ക്ലോസ് ചെയ്യും, ഇതും ക്ലോസ് ചെയ്യും. എന്നിട്ട് ഏറ്റവും പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കോൺക്രീറ്റ് ഈ ടോപ്പ് ഹൂപ്പറിലേക്ക് ഇടും. അതിനുശേഷം ഇവിടുത്തെ ഡോർ ഓപ്പൺ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്തുള്ള കോൺക്രീറ്റ് ഫ്രീ ആയിട്ട് അടുത്ത ഹൂപ്പറിലേക്ക് വീഴും. ഇനി കുറച്ച് സമയം അത് ഫുള്ള് വീണ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുത്തെ ഡോറും ഓപ്പൺ ചെയ്യും. അപ്പോൾ ഈ ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് വീണേക്കുന്ന കോൺക്രീറ്റ് ഫ്രീ ആയിട്ട് ഈ സിലിണ്ടറിൻ്റെ അകത്തേക്ക് വീഴും. ഇനി ചിലപ്പോൾ എക്സസ് ആയിട്ട് കുറേ കോൺക്രീറ്റ് കിടപ്പുണ്ടാവും. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ടാമ്പിംഗ് റോഡ് വെച്ച് സ്ട്രൈക്ക് ഓഫ് ചെയ്യുക.
അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ സിലിണ്ടറിൻ്റെ അകത്ത് എന്തുണ്ട്, ലൂസ്ലി കോമ്പാക്റ്റഡ് അല്ലെങ്കിൽ പാർഷ്യലി കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് ഉണ്ട്. അതായത് നമ്മൾ കോമ്പാക്റ്റ് ഒന്നും ചെയ്യാതെ ഫ്രീ ഫോളായിട്ട് വന്നേക്കുന്ന കോൺക്രീറ്റ് ആണ്. അതിനെയാണ് പാർഷ്യലി കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എടുക്കുക. അതായത് സിലിണ്ടറിൻ്റെ വെയിറ്റ് വേണ്ട, ഇതിൻ്റെ അകത്തുള്ള കോൺക്രീറ്റിൻ്റെ മാത്രം വെയിറ്റ് എടുക്കുക. അതാണ് വെയിറ്റ് ഓഫ് പാർഷ്യലി കോമ്പാക്റ്റഡ് കോൺക്രീറ്റ്. അതിനുശേഷം ഇതിൽ കിട്ടിയേക്കുന്ന കോൺക്രീറ്റിനെ വീണ്ടും നമ്മുടെ ട്രേയിലേക്ക് ഇടുക. ബാക്കിയുള്ള കോൺക്രീറ്റുമായിട്ട് ജസ്റ്റ് ഒന്ന് റഫായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സിലിണ്ടറിൻ്റെ സർഫസൊക്കെ ഒന്നുകൂടി ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന കോൺക്രീറ്റിനെ ഇതിൻ്റെ അകത്തേക്ക് നിറയ്ക്കണം. എങ്ങനെ നിറയ്ക്കണം? നമ്മൾ സ്ലം ടെസ്റ്റ് ചെയ്ത പോലെ ആദ്യം 1/4 നടക്കുക, ടാമ്പിംഗ് റോഡ് വെച്ച് 25 പ്രാവശ്യം ടാമ്പ് ചെയ്യുക. അടുത്ത 1/4 നടക്കുക, 25 ടൈംസ് ടാമ്പ് ചെയ്യുക. അങ്ങനെ ഫില്ല് ചെയ്ത് ഇതിൻ്റെ ടോപ്പ് വരെ ഫില്ല് ചെയ്യുക. എക്സസ് ഉള്ളത് സ്ട്രൈക്ക് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ വെയിറ്റ് വീണ്ടും എടുക്കുക. ഇപ്പോൾ നമുക്ക് ഈ സിലിണ്ടറിൻ്റെ അകത്ത് എന്തുണ്ട്, ഫുള്ളി കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് ആണ് ഉള്ളത്. അപ്പോൾ സിലിണ്ടറിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്താൽ ഇതിൻ്റെ അകത്തുള്ള ഫുള്ളി കോമ്പാക്റ്റഡ് കോൺക്രീറ്റിൻ്റെ വെയിറ്റ് കിട്ടും. ഇനി കോമ്പാക്ഷൻ ഫാക്ടർ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ വെയിറ്റ് ഓഫ് പാർഷ്യലി കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് ഡിവൈഡഡ് ബൈ ഫുള്ളി കോമ്പാക്റ്റഡ് കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ W1 W2 എന്നൊക്കെ എഴുതിയിട്ട് അതൊന്നും ആവശ്യമില്ല. പാർഷ്യലി കോമ്പാക്റ്റഡ് കോൺക്രീറ്റിൻ്റെ വെയിറ്റ് ഡിവൈഡ് ബൈ ഫുള്ളി കോമ്പാക്റ്റഡ് കോൺക്രീറ്റിൻ്റെ വെയിറ്റ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഡിനോമിനേറ്റർ ആയിരിക്കും ഫുള്ളി കോമ്പാക്റ്റഡ് കോൺക്രീറ്റ്, അതിൻ്റെ വെയിറ്റ് ആയിരിക്കും കൂടുതൽ. അതായത് കോമ്പാക്ഷൻ ഫാക്ടറിൻ്റെ വാല്യൂ എപ്പോഴും <1 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയുന്നുണ്ട്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇനി നേരത്തെ പറഞ്ഞ പോലെ കോമ്പാക്ഷൻ ഫാക്ടറിൻ്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് കോൺക്രീറ്റിനെ ഡിഫറൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് സിലബസിൽ പറയാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ലെക്ചറിൽ വരുന്നത്. താങ്ക് യു.